നമസ്കാരം, ബിന്ദു വിനയനാണ്. കഴിഞ്ഞ ദിവസം ആമ്പലിൻ്റെ പരിചരണവും വളപ്രയോഗവും ചെയ്തിരുന്നു. ഇന്ന് ആമ്പലിൻ്റെ നടീൽ രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ട സാധനങ്ങളാണ് ഇത്. കുളത്തിലെ ചെളി ഉണങ്ങിയതാണ് കേട്ടോ. ഇത് ചെമ്മണ്ണ്, ഇത് ചാണകവും എല്ലുപൊടിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും അടിയിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തത് ഇടണം കേട്ടോ. ഒരു കാഭാഗത്തോളം ഇട്ട് കൊടുത്തു. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കുളത്തിലെ ചെളിയാണ് ഇടുന്നത്. എൻ്റെ കയ്യിലുള്ള ചെളി ഉണങ്ങിപ്പോയി, ഉണങ്ങണമെന്നില്ല കേട്ടോ. ചെളിയോടുകൂടി ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് ചുമന്ന മണ്ണിടാം. ചായപ്പിണ്ടിയുള്ളവർക്ക് അതിടാം, നല്ലൊരു വളമാണ്. എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ. ഞാനിടുന്നത് DAP ആണ്. DAP നല്ലതാണ്. കുറച്ച് DAP അടിവളമായിട്ട് നമുക്ക് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നമ്മൾ ചെമ്മണ്ണ് ഇടാണ് കേട്ടോ. ചെമ്മണ്ണ് ഇട്ടു. ചെമ്മണ്ണിട്ടതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കാം. അതിന് ശേഷം നടുവില് ഒരു കുഴിയെടുക്കാം. ഇത് ആമ്പലിന്റെ തൈയാണ്. പൂവടോൾ എന്ന ഇനമാണ്. ഈ കുഴിയിലേക്ക് വെച്ചു കൊടുക്കാം. വേര് കുറച്ച് വെച്ച് കൊടുക്കണം. മണ്ണിട്ട് കൊടുക്കുന്നു. മുകൾ ഭാഗം കുറച്ച് മണ്ണിന് മുകളിലായിട്ട് നിൽക്കണം. ഈ ഭാഗം കുറച്ച് മണ്ണിന് മുകളിലായിട്ട് നിൽക്കണം. ആമ്പല് നട്ട് കഴിഞ്ഞു. പോട്ടിൻ പോട്ടാണ് ഞാൻ ചെയ്യുന്നത്. പോട്ടിൻ പോട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം കൂടുതൽ ട്യൂബറുകൾ നമുക്കുണ്ടാകും. ഇനി വലിയ പോട്ടുകളിൽ വെക്കണമെന്നുള്ളവർക്ക് വലിയ പോട്ടിൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഒരു വലിയ പോട്ട് എടുത്തിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. നട്ടു വെച്ചിരിക്കുന്ന ആമ്പലെടുത്ത് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. പോട്ടിൻ പോട്ട് രീതിയിൽ ആമ്പൽ നട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വെയിലുള്ളിടത്തേക്ക് എടുത്തു വെക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.